കഴിഞ്ഞ റീലിൽ നമ്മൾ ആറന്മുള വള്ളസദ്യയുടെ ചടങ്ങുകളെ കുറിച്ച് സംസാരിച്ചെങ്കിൽ ഇന്നത്തെ റീലിൽ ആറന്മുള വള്ളസദ്യയിൽ എങ്ങനെ പങ്കെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ജാതി മതഭേദമന്യേ ആർക്കും ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാം. ഇങ്ങനെ കയ്യിലൊരു പാസ് ഉണ്ടാവണമെന്ന് മാത്രം. ക്ഷേത്രത്തിൽ ഒരു പരിചയക്കാരുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അല്ലാത്ത പക്ഷം രാവിലെ ഒരു 10 മണിയോടെ ക്ഷേത്രത്തിലെത്തിയാൽ ഇങ്ങനെ ഇവരൊരു ലിസ്റ്റ് ഇടുന്ന കാണാം. അന്നത്തെ വള്ളസദ്യ വഴിപാടുകാരുടെ ലിസ്റ്റാണിത്. അന്നത്തെ വഴിപാടുകാർക്കും വള്ളക്കാർക്കും നിശ്ചിത കണക്കിൽ പാസുകൾ നൽകിയിട്ടുണ്ടാവും. സത്രക്കടവിൽ അവർ പുറപ്പെടുന്നതിന് മുൻപായിട്ടോ വടക്കേക്കടവിൽ അവർ എത്തിക്കഴിഞ്ഞിട്ടോ വള്ളക്കാരോട് ചോദിച്ചാൽ അവരുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അവർ തന്നിരിക്കും. മറ്റൊരു ഓപ്ഷൻ, നിങ്ങൾ അമ്പലത്തിന്റെ പരിസരത്ത് ചുറ്റിപ്പറ്റി നിൽക്കുക. ആദ്യത്തെ വള്ളക്കാരുടെ പന്തി കഴിയുമ്പം ഏകദേശം വിളമ്പുകാർക്ക് ഒരു ഐഡിയ കിട്ടും. ആദ്യത്തെ പന്തി അപേക്ഷിച്ച് രണ്ടാമത്തെ പന്തിയിൽ ആളുകൾ കുറവായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ പരിസരത്ത് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഒരില കിട്ടിയേ. ഈ പറഞ്ഞ 2 മാർഗങ്ങളും റിസ്ക് എടുത്ത് റസ്ക് അടിക്കുന്ന പരിപാടികളാണ്. മൂന്നാമത്തെ മാർഗം നേരെ ഗൂഗിളിൽ പോയി പള്ളിയോട സേവാ സംഘത്തിന്റെ നമ്പർ എടുക്കുക എന്നുള്ളതാണ്. അവരോട് സംസാരിച്ച് പണമടച്ച് ഒരു പാസ് എടുക്കുക. ഈ വർഷത്തെ വള്ളസദ്യ ജൂലൈ 21 തുടങ്ങി ഒക്ടോബർ 2 വരെയുണ്ട്. ആറന്മുളക്കാരുടെ ആവേശവും വിശ്വാസവും ശ്വാസവും എല്ലാമായ ആറന്മുള വള്ളസദ്യ ഒരിക്കൽ നിങ്ങൾ ഉണ്ടിരിക്കണം.